ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ സവാള അരിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലല്ലോ, അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ബാക്കി ചെയ്യാം. അങ്ങനെ ദേ ഒരു ഗുഡ് മോർണിംഗ് വന്നതാണ് കേട്ടോ. അപ്പം ദേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീക്കെൻഡിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഫുഡ് പ്ലാനർ. അപ്പോൾ അത് ഞാൻ എൻ്റെ വിഷ്വൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതെടുത്തിടാൻ മറന്നുപോയി. വെരി സോറി ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും അതും കൂടി ഒന്ന് വിഷ്വൽ എടുത്തതാണ് കേട്ടൻ. അപ്പം ഇതാണ് നമ്മുടെ ഫുഡ് പ്ലാനർ. മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വീക്കിലുള്ള ഫുഡ് പ്ലാനിങ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഡിന്നറും എന്താണെന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മൾ കിച്ചണിൽ തന്നെ ഇതാക്കി ഇടുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളതും. ഈ ഒരാഴ്ചയും ഇതെടുത്ത് മാറ്റിയിട്ട് അടുത്ത ആഴ്ചയിൽ ഫിക്സ് ചെയ്യും അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മെനുവിൽ നമ്മൾ പറഞ്ഞിരുന്നത് പുട്ടും കടലയുമാണ്. അപ്പോൾ അതിനുള്ള കടലയ്ക്കുള്ളതും പിന്നെ മെഴുക്കുവരട്ടിക്കുള്ളതും കൂടിയുള്ള സവാള ഞാൻ ഒരുമിച്ചങ്ങ് അരിയാണ്. ഒരു വലിയ സവാള എടുത്ത് അങ്ങോട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ ഇത് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കടല ഇപ്രാവശ്യം നല്ല വലിയ കടലയാണ് കിട്ടിയത് കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ ആ കടല തലേന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള. എൻ്റെ കടലക്കറി വളരെ ഈസി കടലക്കറിയാണ്. ഞാൻ ഒരുപാട് ഈ വറുത്തരച്ച് അങ്ങനെയൊന്നും വെക്കുന്നതല്ല. അപ്പം തേങ്ങ ഇടാറില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ടത്തെ കടല ഇങ്ങനെയല്ലായിരുന്നു ഞാൻ വെക്കുന്നത്. അവസാനം ഞാൻ തേങ്ങ അരച്ച് ചേർക്കുമായിരുന്നു. പിന്നീടാണ് തേങ്ങ അരയ്ക്കേണ്ട കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ടേസ്റ്റിന് നമുക്ക് കടല തന്നെ അരച്ചാൽ മതി എന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ മോളാണെങ്കിൽ കടലക്കറി ഇല്ലെങ്കിൽ പുട്ട് കഴിക്കില്ല. അതും കറുത്ത കടല തന്നെ വേണം. പക്ഷേ അവളുടെ ഒരു പ്രശ്നം, കടല അവൾ കഴിക്കില്ല. എന്താണെന്നറിയില്ല, കുറച്ച് മാസങ്ങളായിട്ട് തുടങ്ങിയ ശീലമാണ്. കടല വായിൽ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കളയും. എന്നാൽ ഈ കടല അല്ലാണ്ട് നമ്മൾ ഈ പുട്ടുകടല, പിന്നെ കപ്പലണ്ടി, അങ്ങനത്തെ സ്നാക്സിന് കൊടുക്കുന്ന എല്ലാ കടലകളും കഴിക്കും. കടലക്കറിയിലെ കടല അവൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവസാനം ഇത് കുക്കായതിന് ശേഷം കുറച്ച് കടല ഏറെ എടുത്തിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഗ്രേവിയിൽ അത് ഉണ്ടാവുമല്ലോ. ഗ്രേവിയൊക്കെ നന്നായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടാണ് മോക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേൻ്റെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ മിക്സിയിൽ ഒന്ന് ചതച്ചിട്ടു. സവോളയും കൂടി ഇട്ടു. ഒരു തക്കാളി ഇടും കേട്ടോ. ഒരു തക്കാളിയും പിന്നെ നമ്മുടെ കടലയും, ഉപ്പ്, പിന്നെ കുറച്ച് പൊടികളുണ്ട്. അതെല്ലാവരും ഇടുന്നത് പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. പിന്നെ ഞാൻ ഗരം മസാലേനെ കാട്ടിനും ചേർക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്. അതിനൊരു വല്ലാത്തൊരു ഫ്ലേവറാണ്. ഗരം മസാലയുടെ ഒരു കുത്തലുണ്ടാവില്ലേ, അപ്പോൾ പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ കടലക്കറി വേവിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചായ റെഡിയായി. അപ്പോൾ ചായ തിളച്ച് വരികയാണ്. അപ്പോൾ ചേട്ടന് ലൈറ്റ് ചായയും എനിക്ക് കുറച്ച് സ്ട്രോങ് ചായയാണ്. അതുകൊണ്ടാണ് ചേട്ടൻ്റെ ലൈറ്റ് ചായ മാറ്റിയിട്ടാണ് ബാക്കി ഒന്നുകൂടെ തിളപ്പിച്ച് സ്ട്രോങ് ആക്കിയാണ് എനിക്കെടുക്കുക. അപ്പോൾ ഇതെൻ്റെ തക്കാളിയുടെയൊക്കെ തന്നെ ഈ പറയുന്ന പോലെ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ. ഇത് ഞാൻ ഓൾറെഡി ഒരുപാട് വട്ടം നമ്മുടെ ബ്ലോഗിൽ കാണിച്ചിട്ടുള്ളതാണ് കടലക്കറി. എന്നാലും നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ടത്. അപ്പം ഈ കടായി എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അയൺ, കാരണം കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തുരുമ്പടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയൺ കണ്ടൻറ്റ് ഉണ്ട് ഇതിൽ. പക്ഷേ കുറച്ച് നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കാര്യമായിട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇതെനിക്ക് അമ്മ തന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഓർമ്മയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണെന്ന്. പക്ഷേ ഇത് ഓൺലൈനാണ്. നമ്മൾ യൂഷ്വലി ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെ നല്ല ഏതോ ഓൺലൈനായിട്ട് അമ്മ റാൻഡം കണ്ടത് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റ് ഏതാണെന്ന് ഓർമ്മയില്ല. പക്ഷേ ഇനി ഇത് കാണുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് അയച്ചു തരാമേ. അപ്പോൾ ഇത് നല്ലൊരു കടായിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ രണ്ടിലും ഉപ്പൊക്കെ ഇട്ട് സെറ്റായി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി അല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തത് ബീൻസും ക്യാരറ്റും തോരനായിരുന്നു. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ ചെന്ന് അത് അരിയാനായിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ബീൻസ് ക്യാരറ്റും കോവയ്ക്ക കുറച്ച് മുന്നേ മേടിച്ചതാണ്. അപ്പോൾ അത് കേടാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം കോവയ്ക്ക എടുത്തു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്ലാൻ ചെയ്താലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ ചെയ്യാൻ കുഴപ്പമില്ല. ഫൈനലി നമ്മൾ ഇതെല്ലാം ഈ പ്ലാൻ ചെയ്ത സാധനങ്ങളെല്ലാം ഒരാഴ്ച കുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജും ഒക്കെ ക്ലീൻ ആയിരിക്കും. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കുക്ക് ചെയ്ത് ഒന്നും നശിപ്പിച്ച് കളയില്ല. അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ചോറും പിന്നെ ഫിഷും ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഒരു തക്കാളി പുളിശ്ശേരിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ മെനു അനുസരിച്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ ഷടപടി നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് നമ്മുടെ കടലയ്ക്ക് ഇടുന്നത്. കാരണം ഇവിടെ എരിവ് പറ്റില്ല. പീക്കൊക്കെ ആണെങ്കിലും അധികം എരിവൊന്നും പറ്റില്ല. പിന്നെ ചാറ് നന്നായിട്ട് ഒഴിച്ച് കഴിക്കുന്നത് കൊണ്ടും എരിവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. എരിവ് കൂടുതലാണെന്ന് പറഞ്ഞ് കുറച്ച് ഗ്രേവി ഒഴിച്ച് കൊടുത്താൽ ഇവൾ കഴിക്കില്ല. അങ്ങനെയൊക്കെയാണ്. ഞാനും അങ്ങനെയാണ്. എനിക്ക് നല്ല കറി വേണം കേട്ടോ. എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു. ഭയങ്കര കറിയൊക്കെ വേണമായിരുന്നു. പക്ഷേ ഏട്ടനൊന്നും അധികം അങ്ങനെ കറി വേണ്ട, കുറച്ച് ഇതൊക്കെ മതി. എന്താ പറയുക, മേ ബി കടലയായിരിക്കും കൂടുതൽ കഴിക്കുന്നത് കറീനെ കാട്ടിലും. അങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും
ഈ ഗ്രേവിനെക്കാട്ടിനും മീൻ കറി ആണെങ്കിലും മീൻ കഴിക്കുക, മീൻ കറീനെക്കാട്ടിനും എന്ന് പറയുന്ന പോലെ കടല കൂടുതൽ കഴിക്കുന്നതൊക്കെ നല്ലതാണല്ലോ. അപ്പോഴത്തേക്ക് എൻ്റെ ചായ നല്ല അടിപൊളി ചായ ആയിട്ടുണ്ട്. ഈ ചായ ഇട്ടത് ചേട്ടനാണ് കേട്ടോ. ചായ എനിക്ക് സൈഡിൽ ചായ വെക്കുന്നത് ചേട്ടനാണ് ഇട്ട് തന്നത്. ചേട്ടനാണ് ചായ വെച്ച് തന്നത്. ഓക്കെ. അപ്പം ഇതിപ്പോൾ കുഞ്ഞു ചട്ടി വെച്ചിരിക്കുന്നത് നമ്മുടെ തക്കാളി പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. സിമ്പിളാണ്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളൊക്കെ തക്കാളി പുളിശ്ശേരി ഉണ്ടാക്കുക, തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് നല്ല റിച്ച് തക്കാളി പുളിശ്ശേരി. ഞാൻ പൊതുവേ ഇപ്പം മോര് കറിക്കാണെങ്കിലും അത് തക്കാളി വെച്ചിട്ടുള്ള മോര് കറിക്കാണെങ്കിലും അല്ലാണ്ട് സാധാരണ മോര് കറിക്കാണെങ്കിലും ഒന്നും മോര് കറി ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പുളിശ്ശേരി എന്നാണ് കേട്ടോ. അപ്പം ഇവിടെ മോര് കറി എന്നും പറയാറുണ്ട്. അപ്പം ഈ ഇത് വെക്കുന്ന സമയത്ത് ഞാൻ തേങ്ങ അരയ്ക്കുന്നത് വളരെ കുറവാണ്. ഞാനൊരു എന്താ പറയുക, എൻ്റെ അമ്മ എപ്പോഴും പറയുന്നത് നിൻ്റെ ഓട്ടപ്പുളിശ്ശേരി നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ ഭയങ്കര ഓടിച്ചിട്ടുള്ളൊരു പുളിശ്ശേരിയാണ് എൻ്റെത്. അതാണ് മോൾക്കും ഇഷ്ടം, ഏട്ടനും ഇഷ്ടം എല്ലാവർക്കും. തേങ്ങ പൊതുവെ ഇവിടെ താല്പര്യമില്ല, അത്രയും അങ്ങോട്ട് തേങ്ങ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് എല്ലാം സിമ്പിളാക്കാനാണ് ഇഷ്ടം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ചില സമയത്ത് ഒരു മൂഡിനനുസരിച്ച് ഒന്ന് വെറൈറ്റി ഒക്കെ മാറ്റി നോക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും ശ്രമിക്കാറുണ്ട്. പക്ഷേ സമയമില്ലാത്ത സമയത്ത് രാവിലെ ഒന്നും ഇതിന് നിൽക്കാറില്ല. പിന്നെ അതേണ്ട ഈ വെള്ളം നമ്മൾ ചോറ് നമ്മളെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് വെക്കുന്നത് തലേന്ന് ഞാനൊരു 9 മണി മാക്സിമം 8:30 തന്നെ വെക്കാറുണ്ട്. 8:30 തന്നെ ചോറിന്ന് വെള്ളവും ചോറും കൂടി അരിയും കൂടി ഒരുമിച്ചാണ് ഇടുന്നത്. സുരേഖ അല്ലെങ്കിൽ ജയ അരി ഇത് രണ്ടും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് ഒരു തിള വന്നാൽ മതി. ജയ ആണെങ്കിൽ ഒരു തിളയ്ക്കാൻ കുറച്ച് സമയം കൂടെ കൊടുക്കും. ഒരു 5 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചിട്ട് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം അതിന് വേവ് കൂടുതലാണ്. സുരേഖ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് അങ്ങ് തെർമൽ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 3:30 സമയത്ത് എണീക്കുമ്പോൾ തന്നെ ഞാൻ ഇതെടുത്ത് നമ്മുടെ സ്റ്റവിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഒന്നുകൂടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റാം. പെർഫെക്റ്റ് അരിയായിരിക്കും കേട്ടോ, അല്ല പെർഫെക്റ്റ് ചോറായിരിക്കും കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പുളിശ്ശേരിയാണ് കേട്ടോ, സിമ്പിൾ തക്കാളി പുളിശ്ശേരി റെഡി. അപ്പം ഞാൻ ചോറിൻ്റെയും കൂടെ ഊറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചോറ് തലേന്ന് വെക്കുന്നതാണ് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഞാൻ കൃത്യം ചോറ് മാത്രമേ വെക്കാറുള്ളൂ. പിറ്റേ ദിവസത്തെ ഞാനിങ്ങനെ ഊറ്റിയെടുക്കലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലെന്നും പറയുന്നുണ്ട്. പിന്നെ ഞാൻ കൃത്യം അതിന് മാത്രമേ വെക്കാറുള്ളൂ. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറയുമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ. നേരത്തെ എന്ന് വെച്ചാൽ ബാക്കി ചോറ് വരും, പിന്നെ ഫ്രിഡ്ജിൽ വെക്കും, ചിലപ്പോൾ തികയില്ല, പിന്നെ കുറച്ചുകൂടി വെക്കും. അങ്ങനെ എല്ലാം കൂടെ ഒരു എന്താ പറയുക, വേസ്റ്റേജ് കുറേ കൂടുതലായിരുന്നു. ഇപ്പം വളരെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി അവിടെ നിന്ന് ആയിക്കൊണ്ടേയിരിക്കുന്നു. വിസിൽ വന്ന് നമ്മുടെ കടലക്കറിയും റെഡിയാണ്. അപ്പം ഞാൻ ഈ പുട്ടിനും കൂടെ നനച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി ഏകദേശം തീരും. പിന്നെ പുട്ടും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ കുറച്ച് കടലെടുത്തിനെ അരച്ച് അതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ കടലക്കറിയും സെറ്റാണ്. അപ്പോൾ പുട്ടിനുള്ള മാവൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കെപ്പോഴും ഈ നമ്മൾ പൊടിപ്പിക്കുന്ന അരിപ്പൊടിയില്ലേ, അത് വെച്ചിട്ട് പുട്ടുണ്ടാക്കണമെന്നാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി മെനക്കേടാണ്, ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കണം. പക്ഷേ അവിടെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ അമ്മ പച്ചവെള്ളത്തിൽ തന്നെയാണ് അത് കുഴക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ചൂടുവെള്ളത്തിൽ കുഴക്കുമ്പോഴാണ് അതിന് കൃത്യമാ ഇതൊക്കെ കിട്ടുക. ഇത് പിന്നെ എളുപ്പമാണല്ലോ. ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റായി സെറ്റായി ഇരിക്കും. നമുക്ക് കുഴക്കണം ബുദ്ധിമുട്ടില്ല. പക്ഷേ എങ്കിലും ടേസ്റ്റ് വൈസ് എനിക്ക് മറ്റേതാണ് ഇഷ്ടം. അപ്പം ഏത് പൊട്ടുപൊടിയാണ് ഇഷ്ടം? നമ്മൾ ഈ പൊടിപ്പിക്കുന്നതാണോ അതോ ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റീംഡ് പൊട്ടുപൊടിയാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യാസമാണല്ലോ. എണ്ണവിന് അങ്ങനെയൊന്നും ഇല്ല, എങ്ങനെയാണെങ്കിലും ഓക്കെ. പുട്ടാണെങ്കിൽ ചേട്ടന് സന്തോഷം. അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം കറികളും സാധനങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ വിസിൽ പോയെന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഷെടപടയും നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും അല്ല കേട്ടോ ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യുന്ന ഫുഡ് എനിക്ക് കഴിക്കുന്നതും ഇഷ്ടമാണ്. എനിക്ക് കുക്ക് ചെയ്ത് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കൊടുക്കുന്നതും എനിക്ക് താല്പര്യമാണ്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടൊന്നുമല്ല ഇത് ചെയ്യുന്നത് കേട്ടോ. ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പം ഒരുപാട് ഇപ്പം നമ്മൾ രാവിലെ എണീച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് നമുക്കൊരു മെയ്ഡിനെ വെച്ചിട്ട് രാവിലെ ഇപ്പോൾ മെയ്ഡ് ഈവൻ നമ്മുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും രാവിലെ 3:30 എണീറ്റിട്ട് ഈ പണികളൊക്കെ ചെയ്തിട്ട് എനിക്ക് തന്നുവിടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ ഞാൻ തലേന്ന് വെച്ച ഫുഡ് ഞാൻ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ എനിക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. നമ്മുടെ കംഫർട്ട് അനുസരിച്ച് ഇപ്പോൾ തലേന്ന് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. നിങ്ങളുടെ കംഫർട്ട് എന്താണോ അതനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഫൈനലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്താണ്. അപ്പോൾ അത് നോക്കിയിട്ട് പറ്റുന്ന പോലൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സ്ട്രെസ്സ് കൊടുത്തൊന്നും നമ്മൾ ചെയ്യേണ്ട. ചിലപ്പോൾ ഒരാൾക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് പറ്റണമെന്നില്ല. മാക്സിമം നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ നമുക്കത് പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഈ രാവിലെ എണീറ്റ് ഇപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനങ്ങനെ വളരെ പണ്ട് തൊട്ടേ ഇങ്ങനെ വെളുപ്പിന് എണീറ്റ് ജോലി ചെയ്യുന്നയോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലായിരുന്നു. അപ്പോൾ ഫൈനലി നമുക്ക് നമ്മുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ മാറുന്നതാണ്. പക്ഷേ ഈ ഫീസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. രാവിലെ എണീറ്റ് എൻ്റെ പണികളൊക്കെ തീർത്ത് ഞാൻ കോളേജിൽ പോകുന്ന ദിവസം ഞാൻ രാവിലെ തന്നെ എല്ലാ ജോലികളും തീർന്ന് പോകുന്നെങ്കിൽ, അല്ലാത്ത ദിവസം നമ്മൾ സമയമെടുത്ത് ചെയ്യുമ്പം ഒരു ഡേ ഫുള്ളാണ് നമുക്ക് ഈ കുക്കിങ്ങിനായിട്ടൊക്കെ നമ്മൾ കളയുന്നത്. അപ്പോൾ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും എല്ലാം ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീരും. നമുക്ക് പിന്നെ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ ഫ്രൈയും കൂടി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് വേണ്ടി മാത്രമേ ഉള്ളത് ഞാൻ എടുത്തിട്ടുള്ളൂ. ഏട്ടൻ പറഞ്ഞു ഏട്ടൻ വേണമെങ്കിൽ ആ സമയത്ത് ഏട്ടൻ്റെ ഫ്രൈ ചെയ്തോളാം. ഇത്രയും രാവിലെ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഏട്ടൻ പാത്രത്തിലാക്കി തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കുളിക്കാൻ പോയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണേ.